പണ്ടൊക്കെ തറവാട്ടിലാവണ സമയത്തെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഒരാൾ വരും ഒരു കൊട്ടയൊക്കെ ആയിട്ട് കടുക്ക വിൽക്കാൻ. തറവാട്ടിൽ അംഗസംഖ്യ കൂടുതലാവുകൊണ്ടും കടുക്കയുടെ ഫാൻസ് കൂടുതലാവുകൊണ്ടും കുറച്ചധികം കടുക്കയും വേണമായിരുന്നു ഞങ്ങൾക്ക്. നന്നായി കഴുകിയ കടുക്ക ഒരു വട്ടച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരല്പനേരം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോടൊന്ന് തുറന്നു കിട്ടും. പിന്നെ താഴെക്കൊരയിൽ എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനവും പറഞ്ഞ് ഇത് നന്നാക്കുന്ന കലാപരിപാടിയും തുടങ്ങും. ഒരുപാട് വലുതൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നന്നാക്കും തോറും എണ്ണത്തിൽ കുറവും വരുമായിരുന്നു. പുഴുങ്ങിയ കടുക്കയ്ക്ക് ഒരു ഉപ്പുരസം ഉണ്ടാവും. അതങ്ങനെ പാതി വേവോട് കൂടി കഴിക്കാൻ നല്ല സ്വാദാണ്. പിന്നെ ഞണ്ടും കടുക്കയും കൂന്തളും മുരുവൊന്നും നേരം അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിക്കാൻ നിൽക്കരുത്. അധികമായിട്ട് വെന്ത് വരുമ്പോൾ അതൊരു റബ്ബർ പോലെയാവും. ഇതേപോലുള്ള വലിയ കടുക്ക കിട്ടിക്കഴിഞ്ഞാൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് ബിരിയാണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല വറുത്ത് കോരിയെടുക്കുക. ഇന്ന് ഞാനിവിടെ കറിയാണ് ഉണ്ടാക്കുന്നത്. അധികം പാടൊന്നുമില്ലാത്തൊരു കറിയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് വലിയ ജീരകം ചതച്ചതും ചേർത്ത് വഴറ്റി അതിലേക്ക് 4 വലിയ ഉള്ളി ചേർത്ത് അതും വഴന്ന് വരുമ്പോൾ ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് 4 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞും ചേർത്ത് വഴറ്റി മല്ലി മഞ്ഞൾ കുരുമുളക് ഗരം മസാല ഇത്രയും പിന്നെ ജീരകപ്പൊടി ഈ മസാല ചേർത്ത് പച്ചമണം മാറിയാൽ കടുക്ക ഇട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കും. ഒരു 10 മിനിറ്റിന് ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെന്ത് വരുമ്പം തേങ്ങാക്കൊത്തും കറിവേപ്പില മല്ലിയിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. പരിപാടി കഴിഞ്ഞു.